ഞാൻ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്, പക്ഷെ എൻ്റെ മാത്രം സത്യമാണ്. നിങ്ങളുടെയൊക്കെ സത്യം ആവാനേ പറ്റില്ല ഒരിക്കലും. ഓൾറെഡി ഒരു സെറ്റ് ഫോമാറ്റ് സ്കൈ ടോക്കിന് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ലക്ഷറി ഉണ്ട്. എക്സസൈസോ അല്ലെങ്കിൽ യോഗോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് വാട്ട് യു ആർ വാണ്ട് ടു കീപ് ടു ബെസ്റ്റ്. ഇന്ന് നമുക്ക് ഉത്തരങ്ങളല്ല വേണ്ടത്, ചോദ്യങ്ങളാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ചാരൻ ഓടി വരുന്നു അവിടുന്ന്. അയ്യോ, തീം ചോദിക്കുന്നു. തീം എന്നോട് ആരും പറഞ്ഞില്ല. തല ചവിട്ടി താഴ്ത്തുന്നു, എന്തൊക്കെയോ ഉരുണ്ട് മറിഞ്ഞു കഥ അങ്ങ് പറഞ്ഞു. അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അത് വട്ടാണ്. അപ്പോൾ എല്ലാവരും പല ഉപദേശങ്ങൾ പറഞ്ഞുതരും. എക്സ്പീരിയൻസ് വൈസ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാറുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ജീവിതമാണ്. I have not kept in touch with youngsters. Tell me one problem that you face in life. ഒരു ബട്ടൺ അമർത്തി അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. ബട്ട് അവർക്കിപ്പോൾ ഇല്ലാത്ത ഒന്ന്. One remedy, ഒറ്റമൂലി. What's your first priority in life? Thank you so much for coming in. I'm Rekha Menon and ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ പുതിയ പ്രോഗ്രാമിൻ്റെ പേരാണ് സ്കൈ ടോക്സ്. സ്കൈ ടോക്സിൻ്റെ ടാഗ് ലൈൻ തന്നെ അൺഫോൾഡിങ് ജേർണീസ് ആൻഡ് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ്. വെൻ യു സേ ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ്, സാധാരണ നമുക്കൊരു ചേഞ്ച്, ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഒരു ഉത്തേജനം മനസ്സിന് വരുന്നത്. സോ അങ്ങനെ ഒരു കോൺവെർസേഷനിൽ പല ആൾക്കാർക്കും അങ്ങനെ ഒരു മാറ്റത്തിൽ കൂടെ കടന്നുപോയവരും അല്ലെങ്കിൽ ഒരു പുതിയ വേറിട്ട പാതയിൽ കാൽ വെച്ച് അതിൽ പിന്തുടരുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പലരെ പറ്റി നമ്മൾ വായിച്ചും കണ്ടിട്ടും ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അവരോടുകൂടി കുറച്ച് സമയം സംസാരിക്കുക. അവരുടെ ഒരു ജേർണിയിൽ ഒരു പെർസ്പെക്റ്റീവ് ആവാം, ഒരു ചിന്തയാവാം, ഒരു സ്പാർക്കായിരിക്കാം. അതെന്താണ്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ നമുക്കൊരു ടേക്ക് അവേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മൾ ഈ സ്കൈ ടോക്കിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇന്ന് എവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഓഫ് ചെയ്യുമ്പോൾ ഇത് നന്നായിരുന്നു, അതിൽ ഇത് നമുക്ക് പഠിക്കാൻ പറ്റി എന്ന് പറയണം. ഇതാണ് നമുക്ക് സ്കൈ ടോക്സ് വെച്ച് നമ്മൾ വിചാരിക്കുന്ന ഒരു കോൺസെപ്റ്റ്. സോ ഈ കോൺവെർസേഷനിൽ ഇന്ന് ദ ഫസ്റ്റ് എപ്പിസോഡ് ഈസ് ഗോയിങ് ടു ബി വിത്ത് കേരളാസ് ഓൺ ഫേവറേറ്റ്, ബട്ട് ഐ ഷുഡ് സേ എ ലോങ് ലിസ്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഷീ ഈസ് വെൽ നോൺ ആക്ടർ ആൻഡ് ഒരുപാട് അവാർഡ്സ് മേടിച്ചിട്ടുണ്ട്. സ്ക്രീൻ റൈറ്ററാണ്, റിസർച്ചറാണ്, റീസെൻ്റ്ലി ഓഥറാണ്. And I really would love and tons of love, I would like to invite Lena. Hi everyone, really happy to be here and thank you Rekha for that awesome intro. I'm honored to be the first speaker at Sky Talk, but I also get the privilege to do something uncharted. Already ഒരു സെറ്റ് ഫോമാറ്റ് സ്കൈ ടോക്കിന് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ലക്ഷറി ഉണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓണപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു സ്കൂളിൽ. ഞാൻ പഠിച്ചത് 7th Day Adventist സ്കൂൾ തൃശ്ശൂരാണ്. ഓണപ്പൂക്കള മത്സരത്തിന് മണികണ്ഠൻ എന്ന് പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ് പൂക്കളം ഡിസൈൻ വരച്ചു. ഞങ്ങളെല്ലാവരും ഗംഭീരമായിട്ട് പൂക്കളം ഇട്ടു. ഹാപ്പിയാണ് എല്ലാവരും. പെട്ടെന്ന് ബ്ലൂ ഹൗസിൽ, ഞാൻ യെല്ലോ ഹൗസ് ക്യാപ്റ്റനായിരുന്നു, ബ്ലൂ ഹൗസ് ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ചാരൻ ഓടി വരുന്നു അവിടുന്ന്. അയ്യോ, തീം ചോദിക്കുന്നു. തീമോ? അപ്പോൾ ഞാൻ മണികണ്ഠനോട് ചോദിച്ചു, മണികണ്ഠ എന്താ തീം? തീം എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ജഡ്ജസ് കയറി വന്ന ഉടനെ അവർ വരുമ്പോൾ ഞാൻ പൂക്കളം നോക്കി നിൽക്കുക. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇത് തന്നെ ഒരു കഥ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കി പറഞ്ഞ് മഹാബലി തല ചവിട്ടി താഴ്ത്തുന്നു, എന്തൊക്കെയോ ഉരുണ്ട് പറഞ്ഞ് പക്ഷെ ഭയങ്കര ഒരു കഥ അങ്ങ് പറഞ്ഞു. ആ സമയത്ത് ഇംപ്രോംപ്റ്റു ഞങ്ങൾക്ക് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. സോ ദ റീസൺ ഓഫ് ടെലിംഗ് ദ സ്റ്റോറി ഈസ് ദാറ്റ് ഇന്ന് ഒരു ഫിക്സ്ഡ് തീമായിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. സ്കൈ ടോക്സിൻ്റെ ബിഗിനിങ് ആണ്. ഞാനൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഈ ടോക്ക് ചെയ്യുന്നത് എപ്പോഴും വൺ സൈഡഡായി പോവും. ഞാനിത് നിങ്ങളെ അറിയിക്കാൻ പോകുന്നു, നിങ്ങളിത് കേട്ട് നിങ്ങളിപ്പോൾ നന്നാവാൻ പോകുന്നു, ഈ രീതിയിലൊക്കെയാണ് യൂഷ്വലി ടോക്സ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് എല്ലാം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്, പക്ഷേ എൻ്റെ മാത്രം സത്യമാണ്. നിങ്ങളുടെയൊക്കെ സത്യം ആവാനേ പറ്റില്ല ഒരിക്കലും. നിങ്ങളുടെ സത്യമായിട്ട് സാമ്യം ഉണ്ടാവാം, തീരെ സാമ്യമില്ലാതെ പോവാം. യൂഷ്വലി നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ഐഡിയാസുമായിട്ട് ഒരു സാമ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ അത്? ആരെങ്കിലും പറയുമോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അത് വട്ടാണ്. എന്താ, നമുക്ക് മനസ്സിലായില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വട്ടാണ്. എന്തിനാണ് നമ്മളത് പറയുന്നത്? സോ ദാറ്റ് നമ്മൾ ആ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരരുതല്ലോ. അപ്പോൾ ഇവിടെ ഇംപ്രോംപ്റ്റു ആയിട്ട് എന്നോട് വന്ന് വിതൗട്ട് എ ടോപ്പിക്, വിതൗട്ട് എ തീം സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്,
ഇറ്റ്സ് ഓൾ ജസ്റ്റ് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഞാൻ പറയുന്ന എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊക്കെ ഇന്നിവിടെ സംസാരിക്കുന്നതിന് ഗുണമുണ്ടാവും. അപ്പോൾ ഗുണം ഉണ്ടാവണമെങ്കിൽ ഐ എം 44 years old. ഐ ഹാവ് നോട്ട് കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് യങ്സ്റ്റേഴ്സ്. അതായത് എനിക്ക് കുട്ടികളില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് ഞാൻ ഇടപഴകുന്നില്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ ലോകം എന്താണെന്നേ അറിയില്ല. സീറോ നോളജാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ലൈഫിലെ വിഷയങ്ങൾ, എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ടുഡേ ഈസ് ഐ എം ഗോയിങ് ടു ആസ്ക് ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളുടെ ലോകം അറിയാത്തതുകൊണ്ട്, പക്ഷേ നിങ്ങളുടെ ആ ഏജ് ഗ്രൂപ്പിലൂടെ ഞാൻ കടന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഐ വിൽ ബി ഏബിൾ ടു ഗിവ് യു മൈ പെർസ്പെക്റ്റീവ് ഓഫ് സംതിങ് ദാറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ യു ടുഡേ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ഒരു കോമൺ ഏറ്റവും വലിയൊരു പ്രോബ്ലം, സംതിങ് ദാറ്റ് ആക്ച്വലി ഡിസ്റ്റർബ്സ് യു, ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഹാവ് എൻ ആൻസർ ടു. ടെൽ മീ വൺ പ്രോബ്ലം ദാറ്റ് യു ഫേസ് ഇൻ ലൈഫ് ദാറ്റ് യു വുഡ് ലൈക്ക് സം ഇൻസൈറ്റ് ഓൺ. ഞാൻ അഡ്വൈസ് എന്ന് പറയുന്നില്ല, ഇൻസൈറ്റ്. എൻ്റെ അറിവ് ഞാൻ പറയാം. ഇവിടെ എന്നേക്കാളും ഇൻസൈറ്റുള്ള ആൾക്കാർ ഇനിയും വരും. നമുക്കത് എന്നിട്ട് ചർച്ച ചെയ്യാം. അതല്ലേ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാം, അല്ലേ? അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക്? എല്ലാവരും പെട്ടെന്നൊന്ന് ആലോചിച്ചേ. എല്ലാവരും അവരവരുടെ പ്രോബ്ലം ആലോചിച്ചാൽ മതി. എല്ലാവരുടെ കോമൺ പ്രോബ്ലം ആലോചിക്കേണ്ട. എന്നിട്ട് ഒന്ന് പറഞ്ഞേ. പല കാര്യങ്ങളിലായിട്ട് ഫോക്കസ് ചെയ്ത് പോകണം. ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഗോളിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഓക്കെ, നൈസ്. വാട്ട്സ് യുവർ നെയിം? സരിക. സരിത. വേറെ ഈ ടോപ്പിക്ക് ആയിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ ടോപ്പിക്സ് ഉണ്ടോ? റിലേഷൻഷിപ്സ്, കരിയർ, കൺഫ്യൂഷൻ, ഹെൽത്ത്, എനി ടോപ്പിക്, എനിത്തിങ് അറ്റ് ഓൾ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് പാസ് ദ മൈക്ക് സോ ദാറ്റ് നമുക്കിതെല്ലാം കൂട്ടി കുഴച്ചിട്ട് ഞാനിപ്പോൾ ഒരു ആൻസർ പറഞ്ഞുതരാം. സോ മൈ നെയിം ഈസ് ആൻസി. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പരിധി വരെ ഇപ്പോൾ +2 കോളേജ് വരെ ഒരു ക്രൗഡിൻ്റെ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അവരവരുടെ പാത്തിലൂടെ പോകണം. സോ ഇറ്റ് ഈസ് അൺനോൺ. ഒരു മിസ്റ്ററിയാണ് ഞങ്ങളുടെ മുന്നിൽ. ഇതിൽ കൂടെ പോകണോ എന്നറിയില്ല. അപ്പോൾ എല്ലാവരും പല ഉപദേശങ്ങൾ പറഞ്ഞുതരും. എക്സ്പീരിയൻസ് വൈസ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട്, പക്ഷെ അതൊക്കെ അവരുടെ ജീവിതമാണ്. സോ ഞങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യം, ആക്ച്വലി അങ്ങനെ ഒരു റൈറ്റ് ഡിസിഷൻ ഉണ്ടോ, റൈറ്റ് പീപ്പിൾ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ്. സോ ഐ വിൽ ഗിവ് യു ദി മോസ്റ്റ് സിമ്പിൾ റെമഡി. ആദ്യമേ റെമഡി പറയാം, പിന്നെ ചർച്ച ചെയ്യാം. വൺ റെമഡി, ഒറ്റമൂലി. എല്ലാവരും ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ടേക്ക് എൻ ഇൻഹേൽ, എക്സ്ഹേൽ. ആൻഡ് ഹൗ ആർ യു ഫീലിംഗ്? ആർ യു ഫീലിംഗ് ലൈറ്റ്? നല്ല സുഖമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? ആർ യു ഫീലിംഗ് ബാഡ്? You're feeling decent, relaxed. Now you think of the thing you have to make a decision on. ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കരിയർ പാത്ത് സെലക്ട് ചെയ്യണം, ഒരു മാരേജ് എപ്പോൾ വേണം ലൈഫിലും സെലക്ട് ചെയ്യണം, സം മേജർ ലൈഫ് ഡിസിഷൻ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈസിനെസ് പോയി തുടങ്ങിയില്ലേ, ടൈറ്റായി തുടങ്ങി ഇല്ലേ? ഓക്കെ, ഓൾവേസ് കീപ് ടാപ്പിംഗ് ഇൻ ടു യുവർ ബോഡി. ബിക്കോസ് നമ്മുടെ ബോഡി മാത്രമേ ഉള്ളൂ ഹിയർ നൗ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ബോഡി എവിടെയാണോ ദാറ്റ് ഇസ് എ പ്രസൻറ്റ് മൊമെൻറ്റ്. ബാക്കി പോകുന്നത് മുഴുവൻ മൈൻഡാണ്. അങ്ങോട്ടും എല്ലായിടത്തും പോകും. മൈൻഡിൻ്റെ കൂടെ നമ്മൾ പോയാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് ഉത്തരവില്ല. മൈൻഡ് വിൽ കീപ് റോളിങ് ക്വസ്റ്റ്യൻസ് ഓവർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ആകെ ബോഡി ഇവിടെ ഉണ്ട്. ബോഡി വാസ് ഫീലിംഗ് ലൈറ്റ്, നൗ ഇറ്റ്സ് ഫീലിംഗ് ഹെവി. നൗ യു സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് ഓപ്ഷൻസ്. ഇവിടെയാണ് ഡേ ഡ്രീമിങ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് സിറ്റ് ആൻഡ് വിഷ്വലൈസ് എന്നൊക്കെ. അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട, ചുമ്മാ ഡേ ഡ്രീം ചെയ്യാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന്, നമ്മൾ സാധാരണ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി, ഇങ്ങനെ ഇരുന്ന് നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിക്കില്ലേ, അതുപോലെ ചിന്തിക്കുക. ബട്ട് ഓൺ ദ ടോപ്പിക് യു ആർ സെർച്ചിങ് ഫോർ. ഞാൻ ഇന്ന കോഴ്സ് ജോയിൻ ചെയ്യണോ, ഞാൻ ഇന്ന കരിയർ പാത്ത് എടുക്കണോ, ഞാൻ ഇന്ന ആളെ പ്രേമിക്കണോ, ഇയാളെ പ്രേമിച്ചിട്ട് ഞാൻ പിന്നെ ഫ്യൂച്ചറിൽ ഇയാളെ കല്യാണം കഴിച്ച് 2 കുട്ടികൾ, മറ്റേ കാറ്, ബൈക്ക്, ഫുൾ സ്റ്റോറി നമ്മൾ ആലോചിക്കണമല്ലോ. അതൊക്കെ ആലോചിക്കണം വെരി സീരിയസ്ലി. ബിക്കോസ് അത് നമ്മുടെ ലൈഫ് ആ ഇഷ്യൂലേക്ക് നെക്സ്റ്റ് വരാം. സോ നൗ വാട്ട് യു ആർ ഡൂയിങ് ഇസ് യു ആർ ഡേ ഡ്രീമിങ്. ബട്ട് ഡേ ഡ്രീം യുവർ ബെസ്റ്റ് ലൈഫ് ദാറ്റ് യു ക്യാൻ നൗ തിങ്ക് ഓഫ്. ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ചിന്തിക്കാവുന്ന ബെസ്റ്റ് പോസിബിൾ ലൈഫ് ചിന്തിക്കുക. അത് ചിന്തിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ ഈ മുറുക്കം ഒന്ന് കുറയും. ബിക്കോസ് ഒരു സുഖം വന്നു. ആ സുഖം വരുന്നവരെ യു ഡോണ്ട് ഹാവ് ദ ആൻസർ. വെൻ യു ഫീൽ വാവ് പരമസുഖം,
യു ഹാവ് റീച്ച് ദ റൈറ്റ് ആൻസർ. ആരുടെയും അഡ്വൈസ് വേണ്ട. യു ആർ യുവർ ഓൺ ഗൈഡ്. യുവർ ഹാർട്ട് വിൽ ഗൈഡ് യു. ആസ് സൂൺ ആസ് യു തോട്ട് ഓഫ് ദ പ്രോബ്ലം, ഇത് ടൈറ്റായി, നമ്മൾ സൊല്യൂഷൻ ആലോചിച്ചു, നമ്മൾ ഇമാജിൻ ചെയ്തു, മൈ ബെസ്റ്റ് ലൈഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്, ബിക്കോസ് എല്ലാവരുടെ ബെസ്റ്റ് ലൈഫ് ലുക്സ് ഡിഫറെൻറ്റ്. സോ യു ഇമാജിൻ യുവർ ബെസ്റ്റ് ലൈഫ് ടിൽ യു ഫീൽ റിയലി ഓസം, ലൈക്ക് ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദിസ് ലൈഫ് റൈറ്റ് നൗ എന്ന് തോന്നി തുടങ്ങുമ്പോൾ what you're going to do is, now you're going to get serious about it. Now you're going to make a game plan. You're going to say, this is my goal. What is my goal? Adum, you can do it even more systematically if you want. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. It's called The Autobiography of God. It has a lot of spirituality in it, but it has a lot of practicality in it. It's a very practical book on spirituality. So in that, I give you a lot of lists and things which you can do, write notes within the book itself. അതിലുള്ള ഒരു കാര്യമാണ് areas of life to think about. Right now there's so much in life. നിങ്ങൾ പറഞ്ഞില്ലേ എന്തോരം കാര്യങ്ങളുണ്ട്, ഒരു കാര്യത്തിൽ എങ്ങനെ ഫോക്കസ് ചെയ്യും? എല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്യണം. നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ പോരാ. അതുകൊണ്ട് കുറേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രാറ്റജിക് ആക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ എവറിബഡി ഇൻ ലൈഫ്. വാട്ട്സ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ ലൈഫ്?